Hey guys! അപ്പൊ ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ഇവിടെ സമ്മറാണ്, നമ്മളൊന്ന് പുറത്തു പോവാണ് ഫാൻ മേടിക്കാൻ. ഇവിടെ ഒരു വീട്ടിലും ഫാൻ ഉണ്ടാവില്ല. നമ്മൾ സമ്മറാകുമ്പോൾ നമ്മൾ തന്നെ ഫാൻ മേടിക്കണം, നല്ല ചൂടാണ്. അപ്പോൾ കരുതി പോയി ഫാൻ മേടിക്കാണ്. എനിക്ക് ഫാനുണ്ട്, ചേച്ചിമാർക്ക് ഫാനില്ല. അപ്പൊ ചേച്ചിമാർക്ക് മേടിക്കാൻ പോവാം. അപ്പൊ ഞാൻ കരുതി ഞാനും പോവാണ്. അപ്പോൾ വായോ, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. വീട്ടിന്റെ കളർ കറക്റ്ററാണ്, അതാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് അത്യാവശ്യം പിഗ്മെന്റേഷൻ ഉണ്ട്, ഞാൻ കളർ കറക്റ്റ് ചെയ്യാറുണ്ട്. എല്ലാം കൈയാണ് ഞാൻ യൂസ് ചെയ്യാം കേട്ടോ. താഴെ ഒരു നിറം വരുന്നുണ്ട്. ഇനി അടുത്ത് കൺസീലർ, ടു ഹെവന്റെ ലിക്വിഡ് കൺസീലർ ആണ് യൂസ് ചെയ്യാൻ. ഇപ്പം വേറെ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഇതിന്റെ എൻ്റയർ ഫേസ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ കളർ കറക്റ്റ് ചെയ്ത് കൊടുത്തിടും. ആ ഒരു ഓറഞ്ച് പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടി മാത്രം കുറച്ച് കൺസീലർ. ഫാനിട്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഉണങ്ങി പോകാം. നമുക്ക് ഇട്ടുടനെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. താഴെ ഒരു നിറവ് ഇരിക്കണ്ടാ, നിറവ് നോക്കിയാൽ ഞാൻ ചെയ്യാൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ലാക്മേയുടെ കോമ്പാക്റ്റ് ആണ് കേട്ടോ. തീരാനായി, എൻ്റെ അസ്ഥി കൂടെ വരെ കണ്ട്, എന്നാലും ഞാൻ വെറുതെ വിടുവില്ല. ഐ ഷാഡോ ഇട്ട് കൊടുക്കാം. അത് ഐ ഷാഡോ എന്ന് തോന്നാത്ത രീതിക്ക് ഒരു ഐ ഷാഡോ കണ്ടോ, നമ്മളെ സ്കിൻ ടോണുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലൊരു ജസ്റ്റ് ഒരു പൗഡർ സെറ്റിംഗ് പോലെ. കാണാൻ പറ്റുന്നുണ്ടോ? ഇതിട്ടപ്പം ഈ കണ്ണും നമ്മളോട് ഡിഫറൻസ് ഉണ്ടോ? ഇതാണ് ഡിഫറൻസ്. ഈ കണ്ണിനൊരു ഡാർക്ക് സർക്കിൾ ഉണ്ട്. ഇതിപ്പം ലൈക്ക് നോർമലി സ്കിൻ ടോണുമായിട്ട് പോകുന്നത് പോലെയുണ്ട് എല്ലാം ഫോണില്. അല്ല, ഈ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതാണ് നമുക്ക് മെയിൻ. ഓക്കെ, അപ്പൊ കണ്ണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഐലൈനർ എഴുതുക. സമയത്തിന് നോക്കി ഒന്നും കാണില്ല, കയ്യിലെടുത്ത് ചെയ്യുക, കാരണം എനിക്ക് വേറെ വഴിയില്ല. ഞാൻ കണ്ണ് എപ്പോൾ എഴുതിയാലും ശരിയാവാറില്ല, അതൊരു കാര്യമാണ്. കാരണം എൻ്റെ കണ്ണ് കണ്ടോ, ഇന്ന് വടക്കോട്ട് പോകുന്ന തെക്കോട്ട് കൊണ്ടിരിക്കണേ, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കണ്ണെഴുതി അങ്ങനെ വരുള്ളൂ. ചില സമയങ്ങളിൽ ചില സമയത്ത് ശരിയാവും, ചില സമയത്ത് ശരിയാവില്ല. ഐലൈനർ വന്നിട്ട് കാട്രിൽസിന്റെ, ഇവിടെ ഞാൻ ജർമ്മനിയിൽ നിന്ന് മേടിച്ചൊരു ഐലൈനർ. എൽഫിന്റെ ലാഷ് എക്സ്റ്റൻഡർ എന്ന് പറഞ്ഞിട്ടൊരു മസ്കാര, ഇതും ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതാണ്. നല്ലതാണ്. പൂച്ചപ്പൂടെ വെച്ച പോലെ ചെറുമ്പിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ടുള്ള വേറെ ആരും ആവശ്യമില്ല, എനിക്ക് ഞാൻ തന്നെ ധാരാളം. ഓക്കെ, അങ്ങനെ കണ്ണ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ലിപ്പ് ചെയ്യണം. ഒറ്റ സ്ട്രോക്കിലൊക്കെ ലിപ്പ് ലൈൻ ചെയ്യുന്നവർക്ക് എനിക്ക് ഹാറ്റ്സ് ഓഫ്. എനിക്ക് ഒറ്റ സ്ട്രോക്കില് ലിപ് ലൈൻ ചെയ്യാൻ പറ്റത്തേയില്ല, അത് എത്ര ശ്രമിച്ചാലും പറ്റത്തില്ല. ഈ ലിപ് ലൈനർ റൈവൽ മീ എന്ന് പറഞ്ഞിട്ട് ഒരു അതും ഇവിടത്തെ DML പ്രോഡക്റ്റ്, എല്ലാം ഇവിടത്തെ സാധനങ്ങൾ. കഴിഞ്ഞിട്ട് നമുക്ക് ലിപ് ഫിൽ ചെയ്യാം. ഞാൻ ഉപയോഗിച്ച് എൻ്റെ പരുവം പറ്റിയിട്ടുണ്ട്. എൽഫിന്റെ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആണിത്. എൽഫിന്റെ നല്ല സാധനമാണ്, നല്ല ലാസ്റ്റ് ചെയ്യും. അവിടെ കിടന്നോളും. ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആവാനൊന്ന് കുറച്ച് ടൈം കൊടുത്താൽ മതി, അത് ഡ്രൈ ആയിക്കോളും. ഉണങ്ങാനുള്ളൊരു ടൈം കൊടുക്കുക, അത് കഴിഞ്ഞത് സെറ്റാണ്. നമുക്ക് ഹെയർ സെറ്റ് ചെയ്യണം, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഓ മൈ ഗോഡ്, ഞാനിവിടെ മേക്കപ്പ് തുടയ്ക്കുന്നൊരു തുണിയുണ്ട്, ലൈക്ക് പെട്ടെന്ന് ഹാൻഡി ആയിട്ട് ടവലിൽ തുടയ്ക്കുന്ന ഒരു ക്ലോത്ത് ഉണ്ട്. ആ ക്ലോത്തിലാണ് ഞാൻ എന്തെങ്കിലും വന്നാൽ തുടയ്ക്കുക. എന്നിട്ട് ഇതിനെ ഞാൻ കഴുകിയിടും. ഞാനൊന്ന് ഓർക്കാതെ ഇടാൻ വെച്ചിരുന്ന ഇന്നറിൽ എടുത്തിട്ട് തുടച്ച, ഇത് വേറൊരു ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച ഇന്നറാണ്.
അതിൽ വെച്ച് തുടച്ചു കളർ കറക്റ്റ്. ഇനി ഇതൊന്നേന്ന് കഴുകണം. എനിക്ക് ഒന്നാമതേ തുണി കഴുകാൻ മടിയാണ്. അതിനിടെ കൂടി ഇങ്ങനത്തെ പണികൾ കിട്ടുക. അടിയിൽ ലോണ്ടറി ബാഗ് ഉണ്ട്. ഓക്കെ, നമുക്കിനി ഹെയർ ചെയ്യാം. ടൈമില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ മൾട്ടി ലാംഗ്വേജാ സംസാരിക്കണം. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഇങ്ങനെയുള്ള എല്ലാ ലാംഗ്വേജുകളും നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു ചീപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു ചീപ്പ് എൻ്റെ കൂടെ കൂടിയിട്ട് വർഷങ്ങളായി. ലൈക്ക് നമുക്ക് ഇങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വിട്ട് കളയാൻ തോന്നത്തില്ലല്ലോ. എനിക്കങ്ങനെ എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചീപ്പാണിത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 6ാം ക്ലാസ് മുതലുണ്ടെന്ന് തോന്നുന്നു ഈ ചീപ്പ് എൻ്റെ. 6ാം ക്ലാസ് മുതൽ ഇന്നേ വരെയും ഈ ചീപ്പ് എൻ്റെ കൂടെ. 6ാം ക്ലാസ് മുതൽ ഇന്ന് വരെയും ഈ ചീപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകുന്ന എൻ്റെ ഒരു കംഫർട്ട് ചീപ്പ്. പോണിറ്റെയിൽ കെട്ടാനാണ് വിചാരിക്കുന്നത്. കാരണം ചൂട് ഈസ് അൺബെയറബിൾ, അൺസഹിക്കബിൾ ചൂടാണ്. സോ പോണി അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ നഹി ഹെ ഹമാരി പാസ്. ഓക്കെ, പെൺപൂരിന് കുറച്ച് സെറം. ഞാൻ അത്യാവശ്യം ഭയങ്കര മെസ്സി ആയിട്ടുള്ളൊരു ഗേളാണ്. മെസ്സി മീൻസ് ആ മെസ്സി അല്ല കേട്ടോ, ഭയങ്കര ക്ലംസിയാണ്. ഞാൻ അതിന് ട്രോളിക്കൊണ്ടാരും വരും. അത്യാവശ്യം ബേബി ഹെയർ ഉണ്ട് എനിക്ക്. ബാക്കിലും ഉണ്ട്, ഫ്രണ്ടിലും ഉണ്ട്. ഇതൊക്കെ ഇതേപോലെ ഇങ്ങനെ സെറം തേച്ചെടുക്കാനേ എനിക്ക് പറ്റുള്ളൂ. കാരണം ഇരിക്കൂല എൻ്റെ കുറച്ച് കഴിയുമ്പോൾ പൊങ്ങി വരും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത്യാവശ്യം ക്ലംസിയാണ്. എന്തൊക്കെ ചെയ്യുന്നു എനിക്ക് പോലും അറിയില്ല. ഓക്കെ, ബ്ലഷ് ഇടാൻ മറന്നു. ഇങ്ങനെ ബ്ലഷ് ഇടാം. ശരിയില്ല കേട്ടോ, കുറച്ച് ഇടുള്ളൂ. ഇങ്ങനെ അടിച്ച് കണ്ണം പോച്ച പോലത്തെ ചുമക്കുന്ന ആവശ്യമില്ല. ഓക്കെ, ദിസ് ഈസ് അവർ ഫൈനൽ ലുക്ക്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് മിന്ത്ര ആണെന്നാണ് തോന്നുന്നത്. മിന്ത്രയിൽ നിന്ന് മേടിച്ചൊരു ഡ്രസ്സാണ്. ഓക്കെ, ഒരു പൊട്ടും കൂടി വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലുക്ക്. കാണാനില്ല എന്നെനിക്കറിയാം. ഇതാണ് കമ്മൽ. സോ ഐ ആം റെഡി. ലാസ്റ്റ് മൊമെന്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. ആസ് യൂഷ്വൽ മറ്റേ ഡ്രസ്സ് ഭയങ്കര ലൈക്ക് ഫുൾ ലെങ്ത് വരുന്നുണ്ട്. ലൈക്ക് അത്യാവശ്യത്തിന് എന്തെങ്കിലും വന്നാൽ നടക്കണം എന്ന് വെച്ചാലൊന്നും പാടായിരിക്കും. ഒന്നാതേ ചൂട്, അതിൻ്റെ ഇടയിൽ കൂടി ഡ്രസ്സ് ഹാൻഡിൽ ചെയ്യണം, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ബാഗ് കൂടി ഹാൻഡിൽ ചെയ്യണം എന്ന് നടക്കില്ല. പിന്നെ തിരിച്ചു വരുമ്പം ഫാൻ ഉള്ളത് കൊണ്ട് അത്യാവശ്യം കയ്യിൽ ലഗേജും കാണും. ലൈക്ക് so I thought like I would wear something more comfortable. So I changed the clothes. ചൂടും കൂടി ആയതുകൊണ്ട് ഷോർട്ട് ഡ്രസ് ഈസ് ബെറ്റർ. ആ പോളിസ്റ്റർ ആയിട്ടുള്ള അത്രയും ലെങ്ത് ഉള്ള ഒരു ഡ്രസ്സ് ഇടുന്നതിനേക്കാളും ഐ തിങ്ക് ദിസ് വൺ ഈസ് ബെറ്റർ. So I hope I can put more videos in the coming days. So വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഓക്കെ, ഓരോരുത്തരുടെ ഔട്ട്ഫിറ്റ് കാണിച്ചിട്ട് പോകും. പ്രേതം പറയാൻ ഞാൻ യൂട്യൂബിലിട്ടോ. ഓ മൈ ഗോഡ്. ഓക്കെ ഗൈസ്, ബൈ.